മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെ ആരോപണം തുടർന്ന് കെ ടി ജലീൽ എംഎൽഎ. പി കെ ഫിറോസ് ദുബായ് ആസ്ഥാനമായുള്ള കമ്പനിയുടെ സെയിൽസ് മാനേജറാണെന്നും മാസം 5.25 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്നുണ്ടെന്നും ജലീൽ ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ സെയിൽസ് മാനേജറാണ് പി കെ ഫിറോസ് എന്നും പാർട്ടി പദ്ധതികളുടെ മറവിൽ വൻ സാമ്പത്തിക തിരിമറിയാണ് ഫിറോസ് നടത്തുന്നതെന്നും ജലീൽ തുറന്നടിക്കുകയാണ്. പ്രതികരണം കേൾക്കാം. ഈ സിറിയക് ജോസഫ് ആരാന്നുള്ളത് ഞാൻ പിന്നീട് പരിശോധിച്ചു. അത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഐസ്ക്രീം പാർലർ കേസിൽ ഇദ്ദേഹം ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ആ ബന്ധത്തിൽ സിറിയക് ജോസഫിനെ സ്വാധീനിച്ച് എനിക്കൊരു നോട്ടീസ് അയക്കാതെ, എന്നെ കേൾക്കാതെ ഒരു വിധി അന്ന് പുറപ്പെടുവിക്കാനുണ്ടായത്. ഈ ഖുർആൻ പിടിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നു, എന്റെ MLA-യുടെ സാലറിയും അലവൻസും അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്നും എനിക്ക് 5 പൈസ വരുമാനമായി കിട്ടുന്നില്ല. ഈ ഖുർആൻ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫിറോസ് എന്നാൽ ഇതേ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചത് പറയട്ടെ. ഇതില് സ്വർണം കടത്തി എന്നാണല്ലോ പറഞ്ഞത് ഖുർആന്റെ മറവിൽ. നമുക്കൊപ്പം മുബഷിർ പി അക്ബർ ചേരുകയാണ്. ഗുഡ് ഈവനിങ് മുബഷിർ പി അക്ബർ. ഇവിടെ പി കെ ഫിറോസിന്റെ ദുബായ് ബന്ധത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ കച്ചവടത്തെക്കുറിച്ച് അങ്ങനെ പലതും തുറന്നു പറയുകയാണ്. അതോടൊപ്പം വികാരനിർഭരനായി ഖുർആൻ ഉയർത്തിപ്പിടിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. തനിക്ക് അനീതി നേരിട്ടു എന്നതുകൂടി കെ ടി ജലീൽ ആവർത്തിക്കുകയല്ലേ ഈ പ്രതികരണത്തിൽ? ഇക്കഴിഞ്ഞ LDF മന്ത്രിസഭയിലെ മന്ത്രിസ്ഥാനം പോയതിലുള്ള നീരസം കെ ടി ജലീൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ഈ തുടർച്ചയായ ആരോപണങ്ങൾ എന്ന് പറയേണ്ടി വരും. സുജയ പർവതി മുസ്ലിം യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള പി കെ ഫിറോസിനെതിരെ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടാണ് കെ ടി ജലീൽ ആരോപണം ഉന്നയിക്കുന്നത്. 2024 മുതൽ അദ്ദേഹം ദുബായ് ആസ്ഥാനമായുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ഒരു ജനറൽ സെയിൽസ് മാനേജർ പദവിയിൽ അദ്ദേഹത്തിന് മാസം 5.25 ലക്ഷത്തോളം രൂപ സാലറി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് രേഖകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് കെ ടി ജലീൽ ചൂണ്ടിക്കാണിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് 25 ലക്ഷത്തോളം രൂപ കടബാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്ന പി കെ ഫിറോസിന് എങ്ങനെയാണ് 2024 എത്തുന്ന ഘട്ടത്തിൽ ഇത്രയധികം സാലറി ലഭിക്കുന്ന ഒരു ജോലി ലഭിക്കുക എന്നൊരു ചോദ്യമാണ് കെ ടി ജലീൽ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ദോത്തി ചലഞ്ച് ഉൾപ്പെടെ നടത്തിയതിൽ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേട് പി കെ ഫിറോസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം പി കെ ഫിറോസിന്റേതാണ്. അതിലുൾപ്പെടെ വ്യാപകമായിട്ടുള്ള സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതും കെ ടി ജലീൽ വിമർശിക്കുന്നു. എന്തായാലും തുടർച്ചയായിട്ടുള്ള ഒരു ആരോപണങ്ങൾ ഇതുവരെ പ്രതികരിക്കാൻ പി കെ ഫിറോസ് തയ്യാറായിട്ടുള്ള മുസ്ലിം ലീഗും ഇതിന് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം എങ്ങനെ ചർച്ചയാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. സുജയ, അതാണ് മുബഷിർ പി അക്ബർ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഇതിൽ പി കെ ഫിറോസിന്റെ പ്രതികരണം വരുമോ, ലീഗിന്റെ പ്രതികരണം വരുമോ, അതിനായി നമുക്ക് കാത്തിരിക്കാം.